ഈ വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടി ചെയ്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി കളറാണ്, എറിച്ച് നിൽക്കൊണ്ടാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നയിക്കാവുന്ന ഡ്യൂക്ക് 200 ആണ്. 250 എന്നൊക്കെ തോന്നുന്നുണ്ട്, 200 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ റിവ്യൂ ആണ് ഇത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കും. ഒരു വീഡിയോയിലോട്ട് വന്നു ഇതിപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ് ഇതിപ്പോൾ. യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പുള്ളി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചായിരുന്നു പുള്ളിയുടെ വണ്ടിയെന്ന് റിവ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റ അങ്ങനെ DM ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ 2022 മോഡൽ ഡ്യൂക്ക് 200 ആണ്. ഡ്യൂക്ക് 200 ആണ്. അപ്പോൾ ഇത് ചെയ്തേക്കണത് ഇപ്പോൾ ആദ്യം തന്നെ കണ്ടെന്നാൽ ഇതിൻ്റെ മറ്റേ ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത് ഡ്യൂക്ക് 200-ൻ്റെ 2022 മോഡലൊക്കെ. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ 390-യുടെ ഹെഡ്ലൈറ്റ് കൊണ്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫോഗ് ലൈറ്റ് ഇരിപ്പുണ്ട്, HJGലാണെന്ന് തോന്നുന്നു. ഫോഗ് ലൈറ്റും കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വന്നത് താഴത്താണ് വന്നത്, അത് ഹോൾഡ് ചെയ്ത് മോളിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ USB 4 2022 മോഡൽ തന്നെ RCയുടെ അണ്ടർവെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളറാണ്. ഒരു ഫ്ലൂറസെൻ്റ് ഗ്രീൻ അത് ചെയ്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി കളറാണ്, എറിച്ച് നിൽക്കൊണ്ടാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു എറിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഈ കളർ കോംബോ ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഈ ഫ്ലൂറസെൻ്റ് ഇതും പിന്നെ ഈ തന്നെ ബ്ലാക്കും, ഇത് സ്റ്റിക്കറാണ്. ഫ്ലൂറസെൻ്റ് പെയിൻറ്റും മറ്റേ സ്റ്റിക്കറുമാണ് തന്നെ. പിന്നെ ബാക്കി ടെയിൽ ടേഡി നമ്പർ പ്ലേറ്റൊക്കെ ഇങ്ങോട്ടിരിക്കും, ടെയിൽ ടേഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലിക്കർ വെച്ചിട്ടുണ്ട്, നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ ഒരു ഫ്ലിക്കർ വെച്ചിട്ടുണ്ട്. ടെയിൽ ടേഡിയും ഉള്ള. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ മറ്റേ നമ്മുടെ ഗ്രാബ് റെയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്ത ഒരു രക്ഷയിലത്തെ ലുക്കാണ്. പിന്നെ അതിൻ്റെ ടയർ അപ്സൈസ് ആക്കിയിട്ടുണ്ട്. എത്രയാണ് നടക്കണം? 190 കിട്ടുന്നത്. ഒരു 90 സൈസിൻ്റെ ഒരു ടയർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലോയെ ഒരു സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ കാർബൺ പോലത്തെ ഒരു പെയിൻറ്റിങ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, അത് സ്റ്റിക്കറാണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ഒരു സാധനം നമ്മളെ ഒരു MD ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ സാധനം ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മിറർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെന്തിൻ്റെ സ്വിച്ചായത്? ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇതാണ്, മഞ്ഞ് വെള്ളി. പിന്നെ എൻ്റെ ഹാൻഡിൽ പൊസിഷൻ ഇതാണ്. എൻ്റെ ഹാൻഡിൽ പൊസിഷൻ കണ്ടത് വണ്ടി കാണാനൊന്നും ഒരു രക്ഷയില്ല. അതിൻ്റെ ഒരു പെട്ടെന്നെടുത്ത് നോക്കണ രീതിയിലുള്ളൊരു ലുക്കാണ് വണ്ടിക്ക് വന്നത്. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ബാക്കി സ്റ്റോക്ക് സൈലൻസർ വെച്ചേക്കണം. എന്തായാലും നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേസ്. ഇതിപ്പോൾ നമുക്കിനി ബാക്കി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓടിക്കാനൊക്കെ നല്ല കംഫർട്ട് തന്നെ ഉണ്ട്. ഒരു രസമുണ്ട്, നല്ല ഐ കോണ്ടാക്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതെ അവിടെ ഞാൻ വേണൊരു എക്സാമ്പിൾ കാണിച്ചാൽ, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പിള്ളേർ നമ്മളെ കണ്ടിട്ടുണ്ട്. എന്താ നമ്മൾ വണ്ടിക്കിട്ടാണ് നോക്കണത്. നമ്മൾ വേറെ നമ്മൾ വ്ളോഗ് ചെയ്യണതോ അങ്ങനെ ഒന്നും നോക്കണമെന്നില്ല, വണ്ടിക്കിട്ടാണ് നോക്കണം. നല്ല രീതിക്കൊരു ഐ കോണ്ടാക്റ്റ് തന്നെ ഈ വണ്ടി നമുക്ക് തന്നെ ഉണ്ട്. വണ്ടി എന്തായാലും ഒരു രക്ഷയില്ല. കണ്ടത് നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പിലൊക്കെ മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്, കാർബൺ ഡിഫ് പോലത്തെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ചേച്ചിമാരെങ്ങനെ വണ്ടിക്കിട്ട് നോക്കാം. ഇല്ല, ചേച്ചിമാർക്കൊക്കെ നമ്മൾ മതി. അവൻ ആരാണ്, അവൻ എന്നാണ് കാണിക്കണമെന്നായിരിക്കും ചേച്ചിമാർ നോക്കണത്. അവരൊക്കെ അങ്ങനെ നോക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു മിനിമം ഏജുള്ള പിള്ളേർ അല്ലാത്ത ബാക്കിയുള്ളവരെ കണ്ടെന്നാൽ ഉറപ്പായിട്ടും വണ്ടിക്കിട്ടേ നോക്കത്തുള്ളൂ. വണ്ടി അങ്ങനത്തെ രീതിയിലുള്ളൊരു ഐ കോണ്ടാക്റ്റാണ് വരുന്നത്. ഇതെന്തായാലും നമുക്കൊന്ന് റോട്ടിൽ കയറി കട്ട പിടിച്ച് നോക്കാം. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നല്ല നീറ്റായിട്ട് പണിതിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ഇൻസ്റ്റ ID നമുക്കൊന്ന് എന്തായാലും ചോദിച്ചേക്കാം. വണ്ടിയുടെ പേരെന്താ? ലൂണയാ അങ്ങനെ എന്തോ ഇട്ടേക്കണം. ഇതിനും വഴി കയറി അപ്പുറം വഴി പോവാങ്ങോട്ട്. കൈ കൊടുക്കണതനുസരിച്ച് ചാടി പോണ്ട് കേട്ടോ വണ്ടി.
ഞാൻ പറയണ എന്തായാലും നിങ്ങൾക്ക് കേൾക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഈ മൈക്കൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ ആയി, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. അപ്പം എന്തായാലും ഞാൻ പറ്റാവുന്നത്ര പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ബ്രേക്കിങ് കൊള്ളാം കേട്ടോ, അത് കിടിലം ബ്രേക്കിങ്, ഒരു രക്ഷയില്ല. കോളേജിൽ നിന്ന് അവധിയില്ല, നമുക്ക് ഇവിടുന്ന് ഒരു റിയാക്ഷൻ കിട്ടിയാണ്. ഇതൊരു SM കോളേജ് എന്ന് പറഞ്ഞ കോളേജാണ് ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത. വണ്ടി എനിക്ക് നല്ലേക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് ഓടിക്കാനും, ഒരു രസമുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു ലുക്കുമാണ് വണ്ടിക്ക്, ഒരു മാരക ലുക്കാണ് തന്നെ ഇത്. ആ പച്ച കളർ ഇറച്ചിക്കുന്നുണ്ട്. ചെന്ന് കയറിയാൻ ഈ വണ്ടി എന്തായാലും കൊള്ളാൻ കേട്ടോ. ഇതിന് DRL കിട്ടുണ്ടെന്ന് പറയണം കേട്ടോ, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഫോണായിട്ടാണ് കൺട്രോൾ ചെയ്യണത്. DRL കിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ താക്കോലോണാക്കാൻ നേരത്തെ തന്നെ ഓണാക്കി കിടക്കുന്നതാണ് അതിൻ്റെ ലൈറ്റ്. പക്ഷേ അതിൻ്റെ ഓണാക്കി കിടക്കണല്ലോ, ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് വന്നേക്കണേന്ന്. ഇത് ആക്സിഡൻ്റ് ആയ ഒരു ഡ്യൂക്കിൻ്റെ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റ് പോയിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ HJGയുടെ ഒരു ഫോഗ് ലൈറ്റാണ് ഇപ്പോൾ കയറ്റി വെച്ചേക്കണം ലൈറ്റിന് വരെ. നമ്മളിത് അവിടെ നിന്ന് വീഡിയോ എടുത്ത് അപ്പോൾ കറങ്ങിത്തിരി നമ്മൾ ഇവിടെ എത്തി. അവന്മാരിത് അവിടെ ഇപ്പോൾ ഉണ്ട്, വണ്ടിയുടെ ഓണറും മറ്റേ എൻ്റെ ആ കമ്പനിക്കാരനും കൂടെ ആയിട്ടാണ് വന്നത് നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ചൊന്ന് എൻഡ് ചെയ്തേക്കാം. അവൻ്റെ ഇൻസ്റ്റാ ഞാൻ എന്തായാലും കൊടുക്കണുണ്ട് ഈസോ, അതിൻ്റെ താഴത്തിട്ടേക്കാം. എന്താ വണ്ടിയുടെ ലുക്ക് നോക്കി, ഈ പച്ചയും കൂടെ ചേർന്നിട്ടുണ്ടോ എന്തോ ഒരു ഭയങ്കര ബ്യൂട്ടി. ലൂണ കണ്ട വണ്ടിയുടെ പേര്. ഇതിപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഓടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വണ്ടി കണ്ടല്ല, ലുക്കെന്ന് പറയുമ്പോൾ ഒരു മാരക ലുക്കാണ്. ഈ വണ്ടിയുടെ പച്ചയും കൂടെ കണ്ടിട്ട് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡ്യൂക്ക് എടുത്തൊക്കെ കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത്ര നാൾ ഞാൻ RS എടുക്കാനൊക്കെ പറയായിരുന്നു, ഇപ്പോൾ എനിക്ക് ഡ്യൂക്ക് എടുത്തൊക്കെ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓട്ടോലോവിൻ്റെ കിറ്റാണ് ചെയ്തേക്കണം, അത് ഞാൻ പറയാൻ മറന്നു. ഓട്ടോലോവിൻ്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചെയ്തേക്കണം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെ വണ്ടിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഡ്യൂക്കിൻ്റെ റിവ്യൂ ഇത്രയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ് ഇത്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാ ഞാൻ എന്തായാലും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി നോക്കും, വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും കാര്യം ചോദിക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ്റെ ഇൻസ്റ്റാ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഒത്തിരി നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോ ഇത്രയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സപ്പോർട്ട് കുറവാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്തായാലും ബൈ ഗൈസ്.